welcome. So we are so blessed to have you today in this platform. Thank you, Dr. Over to you. Welcome. Thank you, Shaji. I hope I'm loud and clear. Yes, very much clear, Doctor. Okay, fine. So let's begin today's session. A warm good evening to all of you. ഇന്നത്തെ സെഷൻ ഞാൻ കൂടുതൽ ടെക്നിക്കൽ ആക്കാണ്ട് വളരെ സിമ്പിൾ ഡൗൺ ടു എർത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് ഞാൻ ഒന്ന് ഷ്രിങ്ക് ചെയ്തിട്ടാണെന്ന് ഇന്നത്തെ അടുത്ത കുറച്ച് ഫ്യൂ മിനിറ്റ്സ് ഐ ഗോയിങ് ടു സ്പെൻഡ് ടുഗദർ വിത്ത്. എൻ്റെ മലയാളം അത്ര എക്സലന്റ് ആയിരിക്കില്ല, സോറി. അപ്പോൾ ഞാൻ മംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കാം, മലയാളം പ്ലസ് ഇംഗ്ലീഷ് ലിറ്റിൽ മിക്സ്ഡ്. ആൻഡ് ഐ ഹോപ്പ് അത് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ബിഗിൻ. ഞാൻ തുടങ്ങുന്നത് ലൈഫിൽ ഉണ്ടായ ഒരു കേസ് സ്റ്റഡി വെച്ചിട്ടാണ്. ബിക്കോസ് കേസ് സ്റ്റഡി ആകുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി റിലേറ്റ് ചെയ്യാൻ സാധിക്കും. It was beginning of this year, around January 2nd week, I got a call from one of my old students. ഞാൻ കഴിഞ്ഞ 21 കൊല്ലമായിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലാണ്. കോർപ്പറേറ്റ് ട്രെയിനിങ്സ് ബോത്ത് ഇന്ത്യ ആൻഡ് എബ്രോഡ്, ഈവൻ US-ലൊക്കെ ഞാൻ സെഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ വാസ്റ്റ് സ്റ്റുഡൻറ് ട്രെയിനിങ്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എക്സ് സ്റ്റുഡൻസ് ഉണ്ട്. ഇന്നൊക്കെ ഉള്ളിലൊക്കെ കല്യാണം കഴിഞ്ഞ് വലിയ കുട്ടികളായി. അപ്പോൾ ഒരു 15 കൊല്ലം മുമ്പ് എൻ്റെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തൊരു കുട്ടിയാണ് എന്നെ വിളിച്ചത്, തേവരയിലെ സേക്രഡ് ആർട്സ് കോളേജിലെ. അപ്പൊ ഐ വാസ് ഷോക്ക്ഡ്. ഐ നോ ഹൗ കം ഹി റിമെമ്പേഴ്സ് മീ ആൻഡ് മൈ നമ്പർ, ബിക്കോസ് ആകെ ഒരു 5-6 ദിവസത്തെ ക്ലാസ് ആയിരിക്കും ഒരു പക്ഷെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഹി സംവെയർ റിമെമ്പേർഡ് മീ, ബിക്കോസ് ഞാൻ എൻ്റെ സെഷനിൽ എപ്പോഴും ഒരു ഹെൽത്ത് ആൻഡ് വെൽനെസിന്റെ ഒരു പാർട്ട് ഞാൻ ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് കഴിക്കുന്നതെല്ലാം അനാവശ്യമായ ജങ്ക് ഫുഡൊക്കെയാണ്. അവർക്ക് ഇത് ഈ ബേസിക് ആയിട്ടുള്ള വെൽനെസ്സിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഒന്നും സ്കൂളോ കോളേജോ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മെയിൻ വർക്ക്ഷോപ്സിൽ ഞാൻ എപ്പോഴും ഒരു 2-3 hours ഇങ്ങനത്തെ സെഷന് അങ്ങനെ മാറ്റി വെക്കാറുണ്ട്. വെൽനെസ് മാനേജ്മെന്റ് എന്ന് പറയും. കാരണം കുറെ ഹെൽത്ത് പോയിട്ടുള്ള കുറെ പൈസയും കുറെ വലിയ പൊസിഷനൊക്കെ എത്തിയിട്ട് എന്താ കാര്യം? വൺസ് ദെയർ ഈസ് നോ ലൈഫ് ടു ലിവ്. ശരിയല്ലേ? അപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ജീവിതം ഒരു യാത്രയാണ്. ജീവിതമായ യാത്രയിൽ 2 കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അതിൽ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അവർ ഹെൽത്ത്. അതുകൊണ്ട് തന്നെ ലെറ്റ് മി ബിഗിൻ വിത്ത് ദാറ്റ് സെഷൻ. അപ്പോൾ ഈ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു, സാർ എനിക്കും സാറിനെ ഒന്ന് കാണണം, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഐ വാണ്ട് ടു സീ യു, ഇസ് പോസിബിൾ ദാറ്റ് വി കുഡ് മീറ്റ്. ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുമെന്ന് പറഞ്ഞു. Within 2-3 days he dropped in at my office clinic. My office is in Padivattam, Kochi, Ernakulam. So he came in and he said, sir, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എപ്പോൾ നോക്കിയാലും ഭയങ്കര ടയർഡ് ആണ്. ഈസ് സംവെയർ അറൗണ്ട് 38 years old. ഓവർ ഫാറ്റ് ഒന്നും അല്ല, നോട്ട് എൻ ഓവർ വെയിറ്റ്. ഇറ്റ് ഡസൻറ്റ് സ്മോക്ക്, സ്മോക്കിംഗ് ഇല്ല, അങ്ങനെ ഡ്രിങ്കിങ് ഹാബിറ്റ്സോ അങ്ങനത്തെ ഒരു ഓവറായിട്ടൊന്നും ഇല്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സോ ഈ സൈഡ് ഞാൻ ഭയങ്കര ഫെറ്റീഗ്, എനിക്ക് എപ്പോൾ നോക്കിയാലും ക്ഷീണമാണ്. മാത്രമല്ല ജോയിൻസിലൊക്കെ ഈ 38 ഏജ് ആയിട്ടുള്ളൊക്കെ തന്നെ ജോയിൻസിലൊക്കെ പെയിൻ വരിക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം 50-60 വയസ്സുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ജോയിൻസിലൊക്കെ പെയിൻ വരിക. മാത്രമല്ല ചില സമയത്ത് എനിക്കൊരു ബ്രെയിൻ ഫോഗിങ് സംഭവിക്കുന്നു. ചില സമയത്ത് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഞാൻ മറന്നു ഞാൻ എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് ഞാൻ പോകുന്നത്, ഈ ട്രിപ്പിന് എന്തിനാന്നുള്ള കാര്യങ്ങൾ അതുവരെ അത്രയും ലെവലിൽ ബ്ലോക്ക് ആവുന്നു. ആൻഡ് ഹി ഹാഡ് ഗോൺ ആൻഡ് ബ്രോട്ട് ഹിസ് ബ്ലഡ് പ്രൊഫൈലൊക്കെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ബ്ലഡ് അനാലിസിസ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നു. നോക്കിയപ്പോൾ കണ്ടത് കുറച്ച് പ്രഷർ കുറച്ച് ഹൈ ആണ്. ട്രൈഗ്ലിസറൈഡ് ഈസ് ഓൾസോ ഹൈ. പറയാൻ ഇൻ എ വീക്ക് 3 days ഈ എക്സസൈസസ്, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, 3 days പോയി വരുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നു പ്രശ്നം? കുറച്ച് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദിസ് ഗായ് ഹാഡ് ആൻ ഇൻവിസിബിൾ ഇഷ്യൂ. ദിസ് വാസ് നോട്ട് സ്ട്രെസ് or aging, but a low grade inflammation എന്ന് പറയാണ്. low grade inflammation or chronic ഒരു silent inflammation എന്ന് പറയും. ആൻഡ് അതിലൊരു ഡ്രാമയൊന്നും ഉണ്ടാവില്ല, വലിയ അസുഖത്തിനും പ്രശ്നങ്ങളോ സിക്നസ് ആയിട്ടൊന്നും പുറത്തേക്ക് വരില്ല. പക്ഷെ നത്തിങ് ഡ്രമാറ്റിക്, പക്ഷെ സ്റ്റഡി ആയിട്ട് നമ്മളെ ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങും ആ ഇൻഫ്ലമേഷൻ സിസ്റ്റം, ഇൻഫ്ലമേറ്റഡ് സ്റ്റേറ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇത് തന്നെയാണ് ഇന്ന് പലപ്പോഴും എല്ലാവർക്കും ഒന്നും ഉള്ളത് പ്രശ്നം. എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ക്ഷീണം വരുന്നു, വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നു, ആ മൊബൈലൊന്ന് മാറ്റി വെച്ചാൽ കാണാൻ ആൾക്കാർ ഇരുന്ന് ഉറങ്ങട്ടെ. അപ്പോൾ പലപ്പോഴും ക്ഷീണം, നല്ല ഫുഡ് കഴിക്കുന്നു, നമ്മൾ 3 നേരം വളരെ കുറച്ച് ആഹാരം കഴിച്ചാൽ കൂടി ഇന്ന് ആൾക്കാർക്ക് അറിയാം, ഇപ്പം നോക്കിയാലും ഒരു ഉറക്കം തൂങ്ങലും ഒരു ക്ഷീണം ഫെറ്റീഗ് ഭയങ്കരമായിട്ട് നമുക്കൊക്കെ വരുന്നുണ്ട്. I'm sure all of you will agree to this. Even after having all the supplements and other things, ഇത് സംഭവിക്കുന്നുണ്ട് പല ആൾക്കാർക്ക്. പലരും കൊല്ലങ്ങളായിട്ട് എനിക്കറിയാം സപ്ലിമെന്റ്സ് ഒക്കെ വേരിയസ് സപ്ലിമെന്റ്സ് കഴിക്കുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി അറിയാൻ പറ്റും, ഒരു ഇൻഫ്ലമേഷൻ ആണ് ഇതിന്റെ കാരണം. നിങ്ങൾക്ക് എന്ത് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ പരിപാടി? ഇൻഫ്ലമേഷൻ നാച്ചുറലി നല്ലൊരു സംഭവമാണ് ബോഡിയിൽ. ഫോർ എക്സാമ്പിൾ, റോഡിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു,
ഇടിച്ചു, അപ്പൊ തന്നെ പോലീസുകാർ വരുന്നവിടെ അല്ലെങ്കിൽ ആംബുലൻസ് വന്ന ഇഞ്ചേർഡ് അയാളെ കൊണ്ടുപോകുന്ന പോലീസ് വന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, പാത്തൊക്കെ ക്ലിയർ ചെയ്യുന്നു, വണ്ടികൾക്ക് വന്നു പോകാനുള്ള ആക്സിഡന്റിൽ പറ്റിയ ആൾക്കാരെ രക്ഷപ്പെടുത്താനും പിന്നെ ആ ഡെബ്രീസ് മാറ്റാനും ഇതേമാതിരി നമ്മുടെ ഉള്ളിലും ബ്ലഡും വന്നിട്ട് ആ ഏരിയ മുഴുവൻ WBC വെച്ച് നിറയ്ക്കും. ഒരു ഇൻഫ്ലമേഷനോ ഒരു ഹേർട്ടോ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്ട്രെസ്സോ സ്ട്രെയിനോ എന്തെങ്കിലും കൊണ്ട് ഒരു ഇഞ്ചുറി സംഭവിച്ചാലും ഇതാണ് സംഭവിക്കുന്നത്. എൻറ്റയർ തിങ് ഇസ് സ്റ്റോപ്ഡ്. അവിടെ വന്ന് ഇമ്മീഡിയറ്റ്ലി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും, ഡെബ്രീസ് ക്ലീൻ ചെയ്യും, കേടുവന്ന സെൽസിനെല്ലാം മാറ്റും. പിന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് വൈറ്റ് ബ്ലഡ് സെൽസ് ആക്ടിവേറ്റ് ആവും. നമ്മൾ റോഡ് കാണുന്ന ഇതേ സിസ്റ്റമാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പോയി കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ നോർമൽ ആണ്, അതായത് അത് ആവശ്യമാണ്. ഇൻഫ്ലമേഷൻ കണ്ടിട്ടുണ്ടോ, കയ്യിൽ എവിടെയൊക്കെ മുറിവൊക്കെ വന്നാൽ കുറച്ച് തടിച്ചിരിക്കും, ചുമന്നിരിക്കും, ചെറിയ ചൂടുണ്ടാവും. ഇതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ക്രോണിക് ഇൻഫ്ലമേഷൻ നോർമലി നല്ലതാണ്. ബോഡി അതിനെ വേറെ പുറത്തുനിന്ന് വന്ന് കൂടുതൽ ഇൻഫെക്റ്റഡ് ആവാതിരിക്കാനായിട്ടുള്ള നാച്ചുറലായിട്ട് ബോഡിയുടെ ഒരു ഹീലിംഗ് മെക്കാനിസമാണ്. പക്ഷെ ഇന്ന് കണ്ടുവരുന്നത് ഈ നാച്ചുറൽ മെക്കാനിസം ഗോസ് ബെർസിക് എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിച്ച മാതിരി കൺട്രോളിലായിരിക്കില്ല. ദിസ് ഇൻഫ്ലമേഷൻ ഗോസ് ബിയോണ്ട് ദ നോർമൽ ലെവൽ ഓഫ് ഇൻഫ്ലമേഷൻ. അത് കുറച്ചുകൂടി ക്രോണിക് ആവും, കുറച്ചുകൂടി എക്സാജറേറ്റഡ് ആയി നിൽക്കും. അതിനെന്ത് കാരണം എന്താ എങ്ങനെ പറയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഡീറ്റെയിലേക്ക് ഉള്ളിലേക്ക് പോവാം. നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചതത്വങ്ങൾ കൊണ്ടാണ് കേട്ടിട്ടുണ്ടാവും. വൺ ഇസ് എർത്ത്, നമ്മുടെ യോഗിക് സയൻസിൽ പറയുന്നതാണ് എർത്ത്, വെള്ളം വാട്ടർ, മൂന്നാമത്തത് ഫയർ, ആൻഡ് നാലാമത്തത് എയർ, ആൻഡ് അഞ്ചാമത്തതാണ് സ്പേസ് എന്ന് പറയും, ആകാശതത്വം. സ്പേസ് ഇൻസൈഡ് സ്പേസ് വിത്തിൻ ഓൾ ഓഫ് ദസ്. സെല്ലുലർ ലെവലിൽ സ്പേസിൽ കുറേ എംപ്റ്റി സ്പേസസ് ഉണ്ടാകും. അപ്പൊ ഈ 5 തത്വങ്ങളാണ് നമ്മുടെ ബോഡീനെ പെർഫെക്റ്റ് ബാലൻസിൽ കൊണ്ടുപോകുമ്പോഴാണ് ബോഡി ഹെൽത്തി ആയിരിക്കും. അതിൽ ഫയറിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ബോഡി തൊടുമ്പോൾ ലൈഫ് ആണെങ്കിൽ ചൂടുണ്ടാവും, മരിച്ച ആളെ തൊട്ട് കഴിഞ്ഞാൽ ബോഡി കോപ്സ് ആണെങ്കിൽ ഒരു മരിച്ച ആണെങ്കിൽ തണുത്തിരിക്കും. അതേത് ഒരു ഇതിലും കാണാൻ പറ്റും, ആ വോംത്ത്, ആ ഫയർ ഡിസപ്പിയർ ചെയ്യും. അപ്പൊ അലൈവ് ആയിട്ടുള്ള എല്ലാ ബീയിങ്ങിന്റെ ഉള്ളിൽ ഈ ഫയർ വളരെ സ്ട്രോങ് ആയിട്ട് ബേൺ ചെയ്യുന്നു. അതിൽ യോഗികൾ പറയും 3 ഫയർസാ പറയും, 3 ലെവലിലായിട്ട് അത് പറയുന്നത്. ഒന്ന് മൂലാഗ്നി എന്ന് പറയും, വയറിന്റെ അവിടുത്തെ ഫയറിനെ ജഠരാഗ്നി എന്ന് പറയും, തലയുടെ അവിടുത്തെ പറയും ചിതാഗ്നി എന്ന് പറയും. അതാ ചിന്തിക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതൊരു അഗ്നിയാണ്. ആ അഗ്നി വീക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ തിങ്കിങ് ക്ലോഗിങ്, അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു നേരത്തെ, omega-3 ഷോർട്ടേജ് കൊണ്ട് ബ്രെയിൻ എഫക്ട് ചെയ്യുന്നതൊക്കെ. ഈ അഗ്നിയാണ് വീക്ക് ആവുന്നത്. ബേസിക്കലി എന്താ നടക്കുന്നത് വെച്ചാൽ omega-6 ആണ് തീ കത്തിക്കുന്ന സാധനം. അതായത് ഒരു പെട്രോളോ അല്ലെങ്കിൽ ഒരു കെറോസിനോ അല്ലെങ്കിൽ ഒരു വുഡാന്ന് വെച്ചോ, ഒരു മരം കത്തുന്നു, ആ കത്തുന്ന സാധനമാണ് omega-6. ഈ കത്തുന്ന സാധനം നമുക്കറിയാം, തീ വളരെ യൂസ്ഫുൾ ആണ്. ആ തീ നമ്മൾ കൺട്രോൾഡ് തീ ആണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. ആ കൺട്രോൾ തെറ്റിപ്പോയി, ഔട്ട് ഓഫ് കൺട്രോൾ ഫയർ ഇസ് ഡേഞ്ചറസ്. ശരിയല്ലേ? അത് നമ്മൾ വീട്ടിനകത്തും അറിയാം. നമുക്ക് ചെറിയൊരു നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ ചെറിയ ഫ്ലെയിം വരുന്നുണ്ട്, അത് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാം. ഒരു ഫയർ പ്ലേസ് വീട്ടിലേക്ക്, തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ഫയർ പ്ലേസസ് ഉണ്ടാവും, അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചൂട് കൊള്ളാം. അപ്പൊ ഒരു കൺട്രോൾഡ് ഫയർ ഇസ് ഓൾവേസ് ഗുഡ് ഫോർ us. അപ്പോൾ കൺട്രോൾഡ് ഇൻഫ്ലമേഷൻ ഇസ് ഗുഡ്. പക്ഷേ ഈ omega-6 എണ്ണം കൂടുതൽ കൊണ്ട് തീ ആളിക്കത്തും. ആളിക്കത്തുന്ന സമയത്ത് ഈ omega-3 എന്താ ചെയ്യുന്നത് അറിയും? omega-3 ആണ് നമുക്ക് പറയാം ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ബോട്ട്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് റോബോട്ട്സ് എന്ന് പറയാം. ഈ omega-3 ഈ ഫയറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു ഏജന്റ് ആണ്. എങ്കിൽ omega-3 3 അല്ല, ശരിക്കും 5 ടൈപ്പ് ഉണ്ട്. അതിൽ 3 നമ്മൾ എപ്പോഴും നമ്മുടെ സപ്ലിമെന്റിൽ പറയാറുള്ളൂ, ALA, DHA ആൻഡ് TPA. കറക്റ്റ്? വേറൊന്നുമുണ്ട്, DPA എന്ന് പറഞ്ഞ കൂടി ഉണ്ട്, ETA എന്ന് പറഞ്ഞ കൂടി ഉണ്ട്. ആ 2 നമ്മൾ ഇന്ന് റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. അതിന്റെ ഇമ്പോർട്ടൻസും നമ്മുടെ ലൈഫിന്റെ ഇൻഫ്ലുവൻസിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്ത് എത്തിയിട്ടില്ല അവിടേക്ക്. ഈ 3 പറ്റി നോർമലി കാണാറുള്ളൂ, ALA, EPA ആൻഡ് DHA. അതിൽ ALA എന്ന് പറഞ്ഞ സാധനം നമുക്ക് നോർമലി പ്ലാന്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ്. വാൾനട്ട്സ് നിന്നും ചിയ സീഡ്സ് നിന്നും ഫ്ലാക്സ് സീഡ്സ് നിന്നൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ ALA ബോഡിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബോഡി അതിനെ കൺവേർട്ട് ചെയ്ത് DHA ആൻഡ് ELA ആണ്. അപ്പൊ ഇതിന്റെ കൺവേർട്ടിങ് മെക്കാനിസം എല്ലാവരുടെ സിസ്റ്റത്തിലും ഇല്ല. ചില ജെനറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ കൺവേർഷൻ പ്രോസസ് പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നു. നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് നടക്കുന്നില്ല ശരിക്കും. അത് അവരുടെ എന്താ പറയാ ജെനറ്റിക്കൽ മേക്കപ്പ് അങ്ങനെയാണ്. അപ്പോൾ ALA gets converted into EPA and DHA. Correct?
എങ്കിൽ അത് എല്ലാവർക്കും നടക്കുന്നില്ല. 5% പോപ്പുലേഷനിൽ മാത്രമേ ലോകത്ത് നടക്കുന്നുള്ളൂ എന്നാണ് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് certain people with certain genetic trigger on, they have the ability to convert ALA to EPA and DHA. പക്ഷെ മാക്സിമം ആയിട്ടുള്ള 95% പീപ്പിൾ ഡോണ്ട് ഹാവ് ദിസ് എബിലിറ്റി. അതുകൊണ്ട് പ്യുവർ വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്ക് ഈ EPA DHA ഷോർട്ടേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് റോഡ്സ് ആണ് ഇത്. ബോഡിയുടെ ഈ ഫയറിനെ കൺട്രോൾ ചെയ്യേണ്ട സംഭവമാണ്. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ തീ ആളിക്കത്തും. നമുക്കറിയാലോ, അൺകൺട്രോൾഡ് ഫയർ ക്യാൻ ബേൺ യു ഡൗൺ എന്ന് പറഞ്ഞ മാതിരി സ്ലോലി നിങ്ങളുടെ ഉള്ളിലെ ആ തീന്റെ പവർ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോളിങ് മെക്കാനിസം വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഗോസ് ഇൻ ടു ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലമേറ്റഡ് സ്റ്റേറ്റ്. അത് ബ്രെയിനിൽ സംഭവിക്കാം, ഹാർട്ടിൽ സംഭവിക്കാം. ആ തീയാണ് പതുക്കെ പതുക്കെ നമ്മളെ കത്തിച്ച് നശിപ്പിക്കും. ബോഡിയുടെ പല ഏരിയയിൽ, പല്ലിന്റെ കമ്മില് വരെ ഇൻഫ്ലമേഷൻ വരാറുണ്ട്. പല്ല് തേക്കുമ്പോൾ കാണാൻ തുപ്പുന്ന സമയത്ത് ബ്ലഡ് വരുന്നത് മിക്ക ആൾക്കാർക്കും. പല്ലിൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് പല്ല് കുറച്ച് പ്രായമാകുമ്പോൾ വീണ് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാത്തിന്റെയും ബാക്കിൽ നോക്കിയാൽ ഇവൻ ഹാർട്ട് അറ്റാക്ക് വരുന്നതും ആർട്ടറിയൽ ഇൻഫ്ലമേഷൻസ് ആണ് ഇതിന്റെയൊക്കെ റൂട്ട് കോസ് എന്നും ലോകം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനു വേണം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതും എല്ലാത്തിന്റെയും ബേസ് റീസൺ എടുത്ത് നോക്കിയാൽ ഈ ഫയറിനെ കണ്ടെയ്ൻ ചെയ്യേണ്ട omega-3 ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. എങ്ങനെ നോക്കാം ഇതിൽ എന്താണ് ഇത്ര വ്യത്യാസങ്ങൾ? നമുക്കറിയാം എല്ലാവരും എല്ലാവരും കാർബൺ ബേസ് ആണ്. നമ്മളെല്ലാവരും കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വെച്ചാണ് എല്ലാം നമ്മുടെ എസൻസ് ബോഡിയുടെ സൃഷ്ടിച്ച് ഇരിക്കുന്നത്. അപ്പോ അതില് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 18 കാർബൺ ആറ്റംസ് ഉള്ളതാണ് AL, 20 കാർബൺ ആറ്റംസ് ഉള്ളതാണ് EPA, 22 കാർബൺ ആറ്റംസിൽ വെച്ചാണ് DHA ഫോർമേ. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഈ 3 മോളിക്കുലർ സ്ട്രക്ചറിൽ. ആ DHA മാത്രം ഹൈഡ്രജൻ 20 നോർമൽ ഇരിക്കുന്നത് 22 ആവുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഈ കാർബൺ മോളിക്കുലർ സ്ട്രക്ചർ എടുത്ത് നോക്കി, ആറ്റമിക് സ്ട്രക്ചർ എടുത്ത് നോക്കി അങ്ങനെ കാണാൻ പറ്റും. അപ്പോ ഇത്ര മൈനർ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ മൈനർ വ്യത്യാസങ്ങൾ നമുക്കറിയാം. ഓക്സിജൻ O2 ആണ്, പക്ഷെ O3 ആയതോ അത് ഓസോൺ ആവും. ഓസോൺ ആവുമ്പോൾ അതിന്റെ സ്വഭാവം മാറും, ഓക്സിജന്റെ സ്വഭാവം വേറെയാണ്. കറക്റ്റ്. ഒരു ജസ്റ്റ് ഒരു മോളിക്യൂൾ, ഒരു ആറ്റം കൂടി കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവത്തിനെ മാറ്റുന്ന മാറ്റത്തിനെ ALA, EPA, DHA മാറിക്കൊണ്ടിരിക്കും. ഇത് കാര്യം ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇമാജിൻ നിങ്ങളുടെ വീട് കത്താൻ തുടങ്ങിയെന്ന് വെച്ചോ. നിങ്ങളുടെ ഒരു നല്ല വീടാണ്, ബ്യൂട്ടിഫുൾ ആണ്, അത് കത്താൻ തുടങ്ങി. അപ്പൊ അതിന് ഇമ്മീഡിയറ്റ്ലി ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് വന്ന് അതിനെ ബ്ലോക്ക് ചെയ്ത് ആ ഫയറിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ഫർണിച്ചർ കത്തിപ്പോവും, ഫുൾ വയറിങ് കത്തിപ്പോവും, ശരിയല്ലേ? നിങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ വരെ കത്തിപ്പോവും, അതോടെ അത് നശിച്ചു പോകും. സിമിലർലി നമ്മുടെ ഉള്ളിലും ഈ ഫയർ ആക്റ്റീവ് ആണ്. ഈ ഫയറിനെ മാനേജ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് omega-3. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. ഇത് കോമൺ ആയ ആൾക്കും ഈ കാര്യത്തിനെ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ചോദിക്കാം, അപ്പൊ എന്താണ് അപ്പോ ചെയ്യേണ്ടത്? ഓക്കെ, ഈ omega-3 ഒരു പ്രശ്നമുണ്ട്. ആ omega-3 നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂ അവേഴ്സ് കൊണ്ട് അത് റാൻസിഡ് ആവുന്ന ഓക്സിഡേറ്റ് ചെയ്ത് പോകും. അപ്പോ ഈ omega-3 ഒരു പോളിഫിനോളും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ ലൈഫ് ഉണ്ടാവുക, അതിന്റെ ശരിയായ ക്വാളിറ്റി ഉപയോഗിക്കുക. അതായത് ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് സ്വഭാവം ശരിയായി വർക്ക് ചെയ്യണമെങ്കിൽ പോളിഫിനോൾസും കൂടി അതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം വരുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ഇരുന്ന് ഒന്ന് നോക്കി, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, ഇന്ത്യയിൽ കിട്ടുന്ന എത്ര omega-3 പ്രോഡക്ട്സ് ഉണ്ട് വിച്ച് ഹാസ് പോളിഫിനോൾസ് ഇൻ ഇറ്റ്. നോക്കിയപ്പോൾ ഒന്നില്ല. എല്ലാം ഈ ട്രാൻസ്പെറന്റ് ജെല്ലിൽ വരുന്നു. ഇത് ലൈറ്റ് പാസ് ചെയ്ത് റാൻസിഡ് ആവും. അതുകൊണ്ടാണ് നല്ല omega-3 തരുന്ന കമ്പനീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ബോട്ടിൽ ഡാർക്ക് ബോട്ടിൽസിലായിരിക്കണം. ലൈറ്റ് പോലും അതിനകത്ത് കിടക്കാൻ കുറഞ്ഞിട്ട് വേണം. അത് എയർ എക്സ്പോഷൻ പാടില്ല. അങ്ങനെ കുറെ കൺട്രോൾഡ് സ്റ്റേറ്റിൽ ഇരുന്നാൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആയിട്ട് അതിന്റെ ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് റോൾ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ഇന്ന് കണ്ടത് ഐ വാസ് സർപ്രൈസ്, വേറെ ഒന്നുമില്ല, ജിൻസിനോ ഇന്ന് മാത്രമേ ഇന്ന് ഇന്ത്യയിൽ അവൈലബിലിറ്റി ഉള്ളൂ വിച്ച് ഹാസ് ദിസ് പോളിഫിനോൾസ്. ഇത് രണ്ടും മിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ സാധനം പവർഫുൾ ആയിട്ടിരിക്കും, അത് എഫക്റ്റീവ് ആയിരിക്കും, അത് ഓക്സിഡേറ്റ് ചെയ്യാൻ റാൻസിഡ് ആവാണ്ടിരിക്കും. റാൻസിഡ് ആയി അറിയാൻ പറ്റും. ചില മീനുകൾ കൂടി വെച്ചാൽ പിന്നെ ക്യാമറ വരുമ്പോൾ മീനിന്റെ ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ വരും. ഇതെല്ലാം റാൻസിഡ് ആയിട്ടുള്ള ഓയിൽസ് ആണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ട്രാൻസ്പെറന്റ് കൂടി കണ്ടാൽ അറിയാൻ പറ്റും. ഒരു നല്ല ഗോൾഡൻ കളർ അഡ്വർടൈസ്മെന്റ് വരെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. omega-3 എന്ന് പറയുമ്പോൾ എല്ലാം ട്രാൻസ്പെറന്റ് ജെൽ ടാബ്സ് ആയിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റേറ്റിൽ മാത്രമല്ല ഒറിജിനൽ
omega 3 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അറിയില്ല, വേറെ ഓയിൽ ചിലപ്പോൾ കയറ്റിയിട്ടുണ്ടാവും, നമുക്കറിയില്ല. പക്ഷേ ഇന്ന് ഒരു മാർക്കറ്റ് ബ്രാൻഡിലും ഞാൻ പോളിഫിനോൾസ് കണ്ടില്ല. ഇന്ന് ഞാൻ ചെയ്തൊരു റിസർച്ച് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇറ്റ് ഇസ് ഓൺലി തിങ് Zinsino is only company I found that today delivers a perfect omega 3 that really can do that fire extinguishing role, which is really essential to calm the inflammation of the body. പിന്നെ ബ്രെയിനിന്റെ ഗ്രേ മാറ്റേഴ്സ് മുഴുവനും DHA വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ റെറ്റിന, നമ്മുടെ കണ്ണിലെ കാഴ്ച നമുക്കറിയാലോ, റെറ്റിനയാണ് ഇൻവേർട്ടഡ് ഇമേജ്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്ന കാരണം ലൈറ്റ് പടർന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈ ക്യാമറയിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആ ലൈറ്റ് നിങ്ങൾ ആ സ്ക്രീനിൽ കൂടെ നിങ്ങളുടെ കണ്ണിലേക്ക് ആ റെറ്റിനയിലെ ഇൻവേർട്ടഡ് ഇമേജ് വീഴുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ശരിയല്ലേ? അപ്പൊ ബേസിക്കലി നമ്മൾ ഈ ലോകം മുഴുവൻ കാണുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഉള്ളിൽ കാണുന്ന റെറ്റിനയിലാണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ എക്സിസ്റ്റൻസ് വരെ, കോൺഷ്യസ്നസ് വരെ. പക്ഷെ ആ റെറ്റിനയിലെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനവും ഈ DHA ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഷോർട്ടേജ് വരുമ്പോൾ, പ്രായമാകുമ്പോൾ കണ്ണാടി വരുന്നതും കണ്ണിന് വീക്ക്നെസ് വരുന്നതും കണ്ണ് ബ്ലൈൻഡ് ആയി പോകുന്നതും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുക, DHA വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ രണ്ട് വഴി നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഒന്ന്, ഗുഡ് എമൗണ്ട് ഓഫ് omega 3 ഉള്ളിൽ കയറ്റുക. രണ്ട്, omega 6 ഇൻപുട്ട് കുറയ്ക്കുക. ഈ രണ്ട് ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് പുറത്തുനിന്ന് എയറൊന്ന് വലിച്ചെടുക്കാനോ വെള്ളത്തിൽ നിന്ന് എടുക്കാനോ പറ്റില്ല. ഇത് നമ്മൾ കഴിക്കുന്ന ഈ ഫിഷിന് എവിടെ നിന്നാണ് ഈ omega 3 ഉണ്ടാക്കാൻ പറ്റുന്നത്? ആൽഗി എന്ന് പറയും. നമുക്കറിയാം, ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇസ് ബ്ലൂ ഗ്രീൻ ആൽഗി. പഠിച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് ബയോളജി ക്ലാസ്. അപ്പൊ ഈ ആൽഗിയിൽ നിന്നാണ് ഈ ഫിഷ് ഈ omega 3 ഉണ്ടാക്കുന്നത്. നമുക്കും ആൽഗയിൽ അത്ര ആൽഗ കഴിക്കാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ omega 3 ഒക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നത് പോസിബിൾ അല്ല. മാത്രമല്ല, ഫിഷിന്റെ ഉള്ളില് പല ഹാർംഫുൾ മെറ്റൽസ്, ഹെവി മെറ്റൽസും ഈ പറയാ നാനോ പ്ലാസ്റ്റിക് ഒക്കെ കയറുന്നുണ്ട്. അതുകൊണ്ട് കുറെ മീനും കഴിച്ചാലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള omega 3 നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റിയാൽ we can manage the fire which is within us, the fire that can bring life and make our life exuberant ആയിട്ടുള്ള ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഇതേ ഫയറിനെ കണ്ടെയ്ൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയാൽ it can do wonders. ഒരു കാർ ഓടുന്നതും ആ എഞ്ചിനകത്തുള്ള ഫയറാണ്. ആ ഫയറാണ് നമ്മൾ എല്ലാത്തിനെയും ഡ്രൈവ് ചെയ്യുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തിനെയാണ് നമ്മൾ ഫ്യൂവലാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ലൈഫ് തന്നെ ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദ ഫയർ എലിമെന്റ് ആണ്. സൂര്യനിൽ നിന്ന് വരുന്ന ഫയറിനെയാണ് നമ്മൾ പല രീതിയിലും ക്യാപ്ചർ ചെയ്തും, സോളാർ സെല്ല് വെച്ച് ക്യാപ്ചർ ചെയ്തും, ഫ്യൂവലായിട്ട് നമ്മൾ പണ്ട് ഭൂമിയിൽ വന്ന സൺലൈറ്റിനെയാണ് ക്യാപ്ചർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ലൈഫിൻ്റെ ഒരു എസൻസ് ആണ് ഈ ഫയർ. ആ ഫയർ കൺട്രോൾഡ് ഫയർ ആയിരിക്കണം. ആ കൺട്രോൾഡ് ഫയർ ആവണമെന്നുണ്ടെങ്കിൽ യു നീഡ് റൈറ്റ് എമൗണ്ട് ഓഫ് omega 3. ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഇതിന് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഐ തിങ്ക് ഐ എം ഹാൻഡിങ് ഓവർ ദിസ് സെഷൻ ബാക്ക് ടു ഷാജി സർ. പ്ലീസ് ടേക്ക് ഇറ്റ് ഓവർ സർ. താങ്ക് യു.